ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് മാർക്കറ്റിൽ ഒരു കോൾ റൈറ്റിംഗ് ഹൈ ആയിട്ട് വരുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇന്നലെ അനാലിസിസ് വെച്ച് പറഞ്ഞത്. FIDA ഡാറ്റ പറഞ്ഞു. നമുക്ക് FISൻ്റെ ഭാഗത്തു നിന്നും ലോങ് പൊസിഷൻസിലേക്കൊന്നും കാണുന്നില്ല. അവർ സ്ലൈറ്റ്ലി ഒന്ന് നെഗറ്റീവ് ഒരു ഡൗൺ സൈഡ് അവർ കാണിക്കുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ 4 hour ടൈം ഫ്രെയിമിൽ നമുക്കൊരു പുൾ ബാക്ക് കണ്ടിന്യൂഷൻ ക്യാൻഡിൽസ് ഒന്നും സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ മേ ബി നമുക്ക് ഇനി ഒരു ഡിപ്പ് എടുക്കാനുള്ള ചാൻസാണ് അധികം എന്ന് അതായിരുന്നു നമ്മൾ ഇന്നലത്തെ ഒരു അനാലിസിസിൽ നമ്മൾ പറഞ്ഞു. നമുക്ക് മാർക്കറ്റ് ഒരു ഇന്നലത്തെ മെയിനായിട്ട് നമുക്ക് ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഈവൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 48,000 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു കണ്ടിന്യൂഷൻ എന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിട്ടില്ല. ആൻഡ് അതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ മാക്സിമം എന്ന് പറയാൻ നമുക്ക് കോൾ റൈറ്റിംഗ് അധികം ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ ഒരു റാലിയിലേക്ക് അവിടെ നിന്നുള്ള ഒരു ഷോർട്ട് കവറിങ് റാലിയിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാക്റ്റ് നമുക്ക് ഇന്നത് മാർക്കറ്റിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു അബ്സല്യൂട്ട് കൺസോൾട്ടേഷൻ മാർക്കറ്റായിരുന്നു. നിഫ്റ്റി ആണെങ്കിൽ കുറച്ചൊന്ന് താഴേക്ക് പോകാനും ശ്രമിച്ചു. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ പറയാനുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ എല്ലാം പറഞ്ഞിരുന്നു. ആൻഡ് ഓൾറെഡി ഒരു ട്രേഡിംഗ് ഇത് നമ്മൾ കൊടുത്തായിരുന്നു ഒരു ചെറിയ ബാങ്ക് നിഫ്റ്റിക്ക്. അത് ഓൾമോസ്റ്റ് ഒരു 8% നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അത് എടുത്തവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വെർജിൻ CPRൻ്റെ കാര്യം കൂടി ഇന്ന് നമ്മൾ നിഫ്റ്റിയിലൊരു വെർജിൻ CPRൻ്റെ കാര്യം നമ്മളിന്ന് പറഞ്ഞായിരുന്നു. അവിടെ വെർജിൻ CPR ഒന്ന് താഴെയുണ്ട്. ഇന്ന് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ അവിടെ താഴത്ത് വെർജിൻ CPR ഉള്ള കാര്യം എത്ര പേര് ശ്രദ്ധിച്ചു എന്നൊന്നും അറിയില്ല. വെർജിൻ CPR നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ക്യാൻഡിൽസും ഒക്കെ ഫോം ചെയ്താൽ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഇൻട്രാഡേ ട്രേഡ്, അതായത് നല്ലൊരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ചെറിയ SL സെറ്റ് ചെയ്താൽ നല്ലൊരു ഇൻട്രാഡേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് വെർജിൻ CPR ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ. അത് വെർജിൻ CPR മാർക്ക് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റും കൂടി പറയാനുള്ളത്, അതൊരു 5 daysൻ്റെ മേളിൽ തന്നെ വെർജിൻ CPR നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. 5 daysനുള്ളിലുള്ള വെർജിൻ CPRനെ മാത്രം നിങ്ങൾ അതിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണക്കാക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ട്രേഡിംഗ്, അതായത് നമ്മുടെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മീൻസ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓൾറെഡി വെർജിൻ CPR അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു 22,400 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയി ആൻഡ് 22,450 ആ ലെവൽസിലാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഈവൻ ഇന്നലത്തെ ഡേ ഹൈ വരെയും ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും ആ ഒരു ലെവലിൽ ബാക്ക് ടു 22,400 ലെവൽസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു അവിടെ ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. ആ സ്ട്രാഡൽ ഫോർമേഷനിലാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ക്ലോസ് അയക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസിസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് നിഫ്റ്റിക്ക് നാളെ എക്സ്പയറിങ് കൂടിയാണ് എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. അപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസ് നാളെ നോക്കാൻ നേരത്തെ എവിടെയാണ് ലാർജ് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് എന്ന് നോക്കുമ്പോൾ നിഫ്റ്റിക്ക് 22,400 തന്നെയാണ് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ്. ആൻഡ് 22,300 സ്റ്റിൽ പുട്ട് റൈറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് 22,300 കോൾ റൈറ്റിംഗ് നിൽക്കുന്നുണ്ട്. ബട്ട് ഇന്നലെ നോക്കുമ്പോൾ 22,300 നമുക്ക് കോൾ റൈറ്റിംഗ് നമുക്ക് 53.5 ലാക്കാണ്. പുട്ട് റൈറ്റിംഗ് 70.63 ലാക്കായിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്നത് 60 പുട്ട് റൈറ്റിംഗ് കുറച്ചും കൂടി ഹ്യൂജ് ആയിട്ടുണ്ട്, 88 ആയിട്ടുണ്ട്. ആൻഡ് കോൾ റൈറ്റിംഗ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 22,300 എന്ന ലെവൽ കുറച്ചും കൂടി ഒരു സപ്പോർട്ടായിട്ട്, ഈവൻ മോർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. 22,300 അവിടെ നല്ല ഒരു പുട്ട് റൈറ്റിംഗ് കുറച്ചും കൂടി വരുന്നുണ്ട്. ആൻഡ് 22,400 എന്നുള്ളത് സ്റ്റിൽ സ്ട്രാഡൽ ഫോർമേഷനായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഏകദേശം ഈക്വലി ആയിട്ടാണ് 88.98 82.47 ലാക്കായിട്ട് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് നിൽക്കുന്നു. ആൻഡ് മാക്സിമം കോൾ റൈറ്റിംഗ് നിൽക്കുന്നത് 22,500 സ്ലൈറ്റ്ലി പുട്ട് റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 1.28 കോൾ റൈറ്റിംഗ് നിൽക്കുമ്പോൾ 39.73 ലാക്ക് മാത്രമാണ് അവിടെ പുട്ട് റൈറ്റിംഗ് ഉള്ളത്. ഈവൻ നമ്മൾ അവിടെ പുട്ട് റൈറ്റിംഗ് ഒന്ന് മീൻസ് ഒരു ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഓവറോൾ നോക്കുമ്പോൾ ഒരു വെർജിൻ CPR 22,300. അപ്പോൾ 22,300 എന്ന ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. അവിടെയാണ് നമുക്ക് നല്ല സപ്പോർട്ടും സപ്പോർട്ടും വെർജിൻ CPR ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ ഒരു ലെവലാണ് നിഫ്റ്റിയുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ലെവൽസ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഏതൊക്കെ ലെവൽസിലാണ്? ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു എക്സ്പയറി കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് എക്സ്പയറി വരുന്നത് 30th ഏപ്രിലാണ്. അപ്പോൾ അതിനൊരു 6 days കൂടിയുണ്ട്. അപ്പോൾ ആ 6 days നമ്മൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കേണ്ടത് രണ്ട് സ്ട്രൈക്കാണ്. അത് 48,200 to 48,000 ആണ്. 48,000 to 48,200. ഇവിടെ നമുക്ക് 48,200 നമുക്കൊരു സ്ട്രാഡൽ ഫോർമേഷൻ, കംപ്ലീറ്റ് സ്ട്രാഡൽ ഫോർമേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് 48 വെച്ച് നോക്കിയാൽ 48 മാക്സിമം പുട്ട് റൈറ്റ് നിൽക്കുന്നു. അവിടെ കോൾ റൈറ്റിങ് ചെറുതായിട്ടൊരു കുറവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൾ റൈറ്റിംഗ് ആൻഡ് പുട്ട് റൈറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് 48,200 നമ്മൾ യെല്ലോ ആയിട്ട് മാർക്ക് ചെയ്തത് ഈക്വലാണ്, ഏകദേശം ഈക്വലായിട്ട് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. മാക്സിമം കൺസോൾഡേറ്റ് ലെവൽ വരാനുള്ള ചാൻസ് 48,200 എടുക്കാമെന്ന് മാത്രം. ദെൻ ഇനി നമുക്ക് നല്ല സ്ട്രൈക്ക്, അതായത് മീൻസ് റെസിസ്റ്റൻസ് ഫീൽ ആകുന്നുള്ളത് 48,000 ആണ്. മാക്സിമം കോൾ റൈറ്റിംഗ് 48,500 മാക്സിമം കോൾ റൈറ്റിംഗ് ഉള്ളത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്കൊരു 3 ലെവൽ ഐഡൻറ്റിഫൈ ചെയ്താൽ വെച്ചിട്ട് ഈ ഒരു 3 ലെവലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റ ഇന്നലെ നമ്മൾ പറഞ്ഞു സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഇന്നത്തെ FIDAസിൻ്റെ ഒന്ന് നോക്കാം. ഇന്നലെ FIAസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരുന്നു. ആൻഡ് ഈവൻ നമുക്ക് അതിൻ്റെ ഒരു പുൾ ബാക്ക് കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ബാങ്ക് നിഫ്റ്റിക്ക് പോലും ആ ഒരു നല്ല ഒരു പുൾ ബാക്ക് റാലി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ജസ്റ്റ് ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 24th ഏപ്രിലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് FIAസിൻ്റെ ഭാഗത്ത് നിന്ന് ഡെയിലി ഓപ്ഷൻസിൽ, ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവരൊന്ന് പോസിറ്റീവായിട്ടുണ്ട്. അവർ കോള് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് പുട്ട് സ്ലൈറ്റ്ലി മാത്രമാണ് അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നുള്ളൂ. സോ അത് നമുക്ക് നല്ല പോസിറ്റീവാണ്. ബട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സ്റ്റിൽ കണ്ടിന്യൂ. ഇന്നലെ നമുക്ക് ഒരു ഫുൾ ഒന്നും ഉണ്ടായിട്ടില്ല, ബൈയോ സെല്ലൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് -22. ഇന്ന് അവർ സ്ലൈറ്റ്ലി ഒന്ന് നെഗറ്റീവ് പൊസിഷൻ ഒന്നും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ, ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ OI ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് OIൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കോൾ വെച്ച് നോക്കിയാൽ ഒരു സപ്പോർട്ട് കുറച്ച് കയറി വന്നതായിട്ട് കാണാം അല്ലേ. ഇന്നലെ നമുക്ക് കോൾ 1.44 ലാക്കായിരുന്നു. ബട്ട് ഇന്ന് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 2.42 ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവ് സൈനായിട്ട് കാണാം. ബട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെയിം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അവർ OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ സെല്ലിങ് കൂടെ തുടരുകയാണ്. -2.4 അവർ തുടരുക, 1.24 അവർ സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ FIAസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ഇൻ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അവരൊരു ഓവർ പോസിറ്റീവായിട്ടൊന്നും ഇന്നത്തെ മാർക്കറ്റിനെ അവർ കണ്ടിട്ടില്ല. ആൻഡ് പ്രോയിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോയിൽ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ പോസിറ്റീവായിട്ടാണ് 1.13 ലാക്കിലേക്ക് അവർ ലോങ് കോൾ നിൽക്കുന്നുണ്ട്. ആൻഡ് സെയിം 81,000 ഫോർ ദ ഹെഡ്ജിങ് പർപ്പസ് എന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 81,000. അപ്പോൾ അത് നമുക്ക് അതായത് OIൻ്റെ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ, ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ പോസിറ്റീവായി നിൽക്കുന്ന ഒരു ബൈ സൈഡാണ്, അത് പോസിറ്റീവാണ്. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ലൈറ്റ്ലി അവരൊന്ന് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. കോൾ അവർ -42 നിൽക്കുമ്പോൾ ജസ്റ്റ് പുട്ട് -11,000 മാത്രമാണ് ജസ്റ്റ് പുട്ട് അവർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ അത് നമുക്ക് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവാണ്. ബട്ട് ഓവറോൾ പ്രോയിൻ്റെ ഭാഗത്ത് നോക്കിയാൽ FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രോ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് തരുന്നത്. ബട്ട് FIAസിന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഒരു ചെറിയ ഒരു നെഗറ്റിവിറ്റി ഫീൽ ആക്കുന്നുണ്ട്. ബട്ട് OIയിലും ഡെയിലി ഓപ്ഷൻസിലും എല്ലാം ഒരു സ്ലൈറ്റ്ലി പോസിറ്റിവിറ്റി തുടരുന്നു എന്ന് മനസ്സിലാക്കാം. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ നോക്കിയാൽ FIAസിൻ്റെ ഭാഗത്ത് -2,500 ഒരു സെല്ലിങ്ങും DAS നല്ല ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ട് 3,800. ബിക്കോസ് നമുക്കിന്നൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആൻഡ് അതെല്ലാം നമുക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നിന്നും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു 4 hour ടൈം ഫ്രെയിമും കൂടി വെച്ചിട്ട് ലാസ്റ്റായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ എങ്ങനെയാവും എന്ന് നോക്കാം. മാർക്കറ്റ് നല്ലൊരു പുൾ ബാക്ക് ചെന്നു, ഒരു നല്ല അത്യാവശ്യം എന്താ പറയുക, നമുക്കൊരു നല്ല സ്ട്രെച്ച്ഡ് പോലെ ആയിട്ടൊന്നും ഫീൽ ആകുന്നുണ്ട്. ബിക്കോസ് ആ ഒരു റാലി നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാമല്ലേ, ഒരു നല്ലൊരു സപ്പോർട്ടിൽ നിന്നുള്ള റാലി, സ്ട്രൈറ്റ് റാലി ആയിരുന്നു. ആൻഡ് ഈവൻ അവിടെ നമുക്ക് ലാസ്റ്റ് ആ സപ്പോർട്ടിൽ നിന്ന് ഒന്ന് പുൾ ബാക്കൊക്കെ നടത്തിയിട്ടാണ് ആ ഒരു റാലി ഉണ്ടായത്. ബട്ട് ഇത്തവണ ഒരു സ്ട്രൈറ്റ് റാലി ആയിരുന്നു ഉണ്ടായേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറിജിനലി
നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമുക്ക് അവിടെ ഒരു ഡൗൺ വേൾഡിൽ ഒരു വെർജിൻ CPR അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെർജിൻ CPR ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഈവൻ മാർക്കറ്റ് ഇന്നൊരു ഹൈ എടുത്തിട്ടുണ്ടെങ്കിലും ആൻഡ് ഇവിടെ ഒരു സക്സസ്ഫുള്ളായിട്ട് എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ക്ലോസിങ് കാര്യങ്ങളൊന്നും ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റിന് ഒരു മേളിലേക്കുള്ള റാലിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മേ ബി മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് മേളിലേക്ക് പോവും എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസിൽ ഒന്ന് പറയാൻ കഴിയുക. ഈവൻ ഇനി മാർക്കറ്റ് ഇനി അത് ടെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുക ആൻഡ് ആ ക്യാൻഡിലിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിഫ്റ്റീനെ വെച്ച് നമുക്ക് പറയുമ്പോൾ. മാക്സിമം താഴെ ഉള്ള കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക. വെർജിൻ CPR എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നാളത്തേക്ക് നിഫ്റ്റിയുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും ഒരു നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ഒന്നും ബാങ്ക് നിഫ്റ്റിയും കിട്ടിയിട്ടില്ല. ആൻഡ് അബ്സല്യൂട്ട്ലി ബാങ്ക് നിഫ്റ്റി ഇന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്നലത്തെ ലെവൽസിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിട്ടത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എല്ലാം ഒരു എന്താ പറയുക, ഒരു സപ്ലൈ സോണിൻ്റെ അടുത്താണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മറക്കാണ്ടിരിക്കുക. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കും ഒരു വെർജിൻ CPR ലോ സൈഡിൽ ഉണ്ട്. നാളത്തെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, ബട്ട് വിട്ടുപോയി. എനിവേ എന്തായാലും നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണ്, നാളത്തെ ഓപ്പൺ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നോക്കുക. ഓവറോൾ നോക്കുമ്പോൾ ചെറിയൊരു പുൾ ബാക്കിന് തന്നെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടേതായ അനാലിസിസും കൂടി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു നല്ലൊരു മീൻസ് എന്താ പറയുക, നമുക്കൊരു സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാനും കൂടി ചെയ്യുക. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.